ഇന്ന് നമ്മൾ മാത്സിലെ പസിലായ സുഡോക്കുവിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഈ സുഡോക്കു എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കോളം ഫില്ല് ചെയ്യുന്നത്. അതിൽ 9 റോസ് 9 കോളംസ് ആണുള്ളത്. അതായത് ഈ പസിൽ എന്ന് പറയുന്നത് 9 into 9 ആണ്. അതായത് 9 into 9 എന്ന് പറയുന്ന പസിലാണ്. 9 കോളംസ് 9 റോസും ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ബോക്സുകൾ ഉണ്ടാവും. 9 ബോക്സുകളും ഉണ്ട് ഇവിടെ. ഈ 9 ബോക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9 ബോക്സുകളുടെ ഉള്ളിലും 1 to 9 വരണം, ഈ റോസിലും 1 to 9 വരണം, കോളംസിലും 1 to 9 വരണം. ഒരു റിപ്പീറ്റേഷൻ പാടില്ല. അതാണ് ഈ സുഡോക്കോയുടെ ഗെയിം. അതായത് താഴേക്കാണ് റോസ്. ഈ റോയിൽ എവിടെയും ഇവിടെ ഉദാഹരണമായിട്ട് ഞാൻ 1 എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോയിലും ഈ കോളംസിലും 1 പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ ഞാൻ 2 എഴുതി കഴിഞ്ഞാൽ ഈ കോളംസിലും ഈ റോയിലും പിന്നെ 2 റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ബോക്സിലും 2 റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് ഇതിന്റെ റൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ഈസി ആയിട്ടുള്ള സുഡോക്കോയിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സുഡോക്കോയുടെ ഒരു സിമ്പിൾ ലെവലിലുള്ള സുഡോക്കയാണ്. നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ കൊടുത്തിട്ട് ചില സ്റ്റാറുകൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും. ഇതെന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ലെവലിനെ സൂചിപ്പിക്കാനായിട്ടാണ്. അപ്പൊ ഇത് 1 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഈസി ആയിട്ടുള്ള സുഡോക്കയാണ്. 2 സ്റ്റാർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടി കൂടുതലാണ്. അതുപോലെ അങ്ങനെ ഡിഫിക്കൽട്ടി കൂടുന്തോറും സ്റ്റാറുകൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ 5 സ്റ്റാറിന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സുഡോക്കയാണ്. അപ്പോൾ സ്റ്റാർ നോക്കിയിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർ ഉള്ള സുഡോക്കുകൾ ആദ്യം നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് ഇവിടെ കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഈ ബോക്സിൽ 1 2 3 4 ആറ് വേക്കൻറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ 1 to 9 ഉള്ള ഇത് വെച്ചിട്ട് ഫില്ല് ചെയ്യണം. നമുക്ക് ഇവിടെ 7 എഴുതാൻ പറ്റും. ഇനി 3 കോളങ്ങളുണ്ട്. 1 നമുക്ക് എഴുതണം. 1 ഇവിടെ ഉള്ളത് കൊണ്ട് ഈ 2 ബോക്സിൽ നമുക്ക് 1 എഴുതാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഉള്ളത് എഴുതാൻ പറ്റുന്നത് ഇവിടെ മാത്രമാണ്. പിന്നെ ഈ 2 ബോക്സിൽ 1 2 3 ഇല്ല. 3 നമുക്ക് ഇവിടെ 3 ഉള്ളത് കൊണ്ട് ഈ ബോക്സിൽ എഴുതാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇവിടെ 3 എഴുതാൻ പറ്റത്തുള്ളൂ. 4 ഉണ്ട്, 5 ഇല്ല. പിന്നെ ഒരു നമ്പർ ഇവിടെ വേക്കൻ്റ് ആയിട്ടുള്ളൂ 1 to 9. അത് നമുക്ക് ഇവിടെ എഴുതാം. അങ്ങനെ അത് ഫില്ലായി. മാക്സിമം 4 അതിന്റെ താഴെയുള്ള വേക്കൻ്റ് ആയിട്ടുള്ള ബോക്സുകളിൽ പോയിട്ട് നമുക്ക് മാക്സിമം ഫില്ല് ചെയ്യാം. 1 2 ഇല്ല. 2 നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ 2 എടുത്ത് നമുക്ക് 2 എഴുതത്തില്ല. അപ്പോൾ ഇവിടെയും എഴുതാം 2. പക്ഷെ ഇവിടെ 2 വേക്കൻസി ഉള്ളതുകൊണ്ട് 2 പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്കത് വിടാം. അതുപോലെ തന്നെ 3 ഉണ്ട്, 4 നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ 3 എടുത്ത് നമുക്ക് എഴുതാൻ സാധിക്കുന്നതുകൊണ്ട് അത് നമുക്ക് പോസിബിലിറ്റി ആയിട്ട് എഴുതാൻ പറ്റില്ല. 5 ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ 2 എടുത്തും എഴുതാൻ പറ്റില്ല. ഇവിടെയും എവിടെയും എഴുതാൻ നമുക്ക് സാധിക്കും. പക്ഷെ 2 പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് അത് നമുക്ക് വിടാം. 6 ഓൾറെഡി ഉണ്ട്, 7 ഉണ്ട്, 8 ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. ഈ കോളങ്ങളിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതുകൊണ്ട് നമുക്കത് വിടാം. ഇനി അടുത്തത് ഏതെങ്കിലും ഒരു ബോക്സ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പറുകൾ എടുക്കാം. ഇവിടെ 7 ഉണ്ട്, ഇവിടെയും 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. നമുക്കത് ഓൾറെഡി നമ്മൾ വിട്ടു. ഇനി 1 ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ 2 എടുത്തും എഴുതാൻ പറ്റില്ല, ഇവിടെയും എഴുതാൻ പറ്റില്ല. പിന്നെ ഈ ബോക്സുകളിൽ ഇവിടെ എഴുതാൻ സാധിക്കും. ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ 2 എടുത്തും എഴുതാൻ പറ്റില്ല. അങ്ങനെ ബോക്സുകൾ നോക്കിയിട്ട് വേണം നമുക്ക് എഴുതേണ്ടത്. ഇവിടെ ഈ ബോക്സിൽ 3 ഉണ്ട്, ഈ ബോക്സിൽ 3 ഉണ്ട്, ഈ ബോക്സിൽ 3 ഇല്ല. ഇവിടെ 3 ഉള്ളതുകൊണ്ട് ഈ 2 ബോക്സിലും എഴുതാൻ പറ്റില്ല. ഇവിടെ 3 ഉള്ളതുകൊണ്ട് ഈ 2 ബോക്സിലും എഴുതാൻ പറ്റില്ല. ഇവിടെ 3 ഉള്ളത് കൊണ്ട് ഇവിടെയും എഴുതാൻ പറ്റില്ല. പിന്നെ ഉള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ മാത്രം എഴുതാനാണ്. ഇനി 4ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ബോക്സിൽ 4 ഇല്ല, പക്ഷെ ഈ ബോക്സിൽ 4 ഉണ്ട്, ഈ ബോക്സിലും 4 ഉണ്ട്. ഇവിടെ 4 ഉള്ളതുകൊണ്ട് ഈ 2 ബോക്സിലും എഴുതാൻ പറ്റില്ല. ഇവിടെ 4 ഉള്ളതുകൊണ്ട് ഈ ബോക്സിലും എഴുതാൻ പറ്റില്ല. പിന്നെ 2 പോസിബിലിറ്റി ആണുള്ളത്. ആ പോസിബിലിറ്റി നമുക്ക് അവിടെ അങ്ങോട്ട് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി 5 ഉണ്ട്, 6 7 8 നമ്മൾക്ക് പോസിബിലിറ്റി ആയിട്ട് എടുക്കാനായിട്ട് ഇവിടെ പറ്റില്ല. കാരണം 2 മാത്രമേ എഴുതാൻ സാധിക്കത്തുള്ളൂ. അത് നമുക്ക് ഇവിടെ ചെറുതായിട്ട് മെൻഷൻ ചെയ്ത് വെക്കാം. എഴുതുന്നില്ല, നമ്മൾക്ക് മെൻഷൻ ചെയ്ത് വെക്കാം. ഇനി 9 എന്ന് പറയുന്നത് ഇവിടെ എഴുതാൻ പറ്റത്തില്ല. പിന്നീട് ഇവിടെ 9 ഉള്ളത് കൊണ്ട് ഈ ബോക്സിലും എഴുതാൻ പറ്റത്തില്ല. ഇവിടെ 9 ഉള്ളത് കൊണ്ട് ഈ 2 ബോക്സിലും എഴുതാൻ പറ്റത്തില്ല. ഈ 2 ബോക്സും ഒഴിവാക്കി. ഇവിടെ 9 ഉള്ളത് കൊണ്ട് ഈ 2 ബോക്സും ഒഴിവാക്കി. പിന്നെ ഈ ബോക്സിൽ മാത്രമേ നമുക്ക് 9 എഴുതാൻ പറ്റുള്ളൂ. ഇനി 4ന്റെ പോസിബിലിറ്റിക്ക് നമ്മൾ പിന്നെയും പോവുകയാണ്. ഇവിടെ 4 ഉള്ളത് കൊണ്ട് ഇവിടെ എഴുതാൻ പറ്റില്ല. ഇവിടെ 4 ഉള്ളത് കൊണ്ട് ഇവിടെ എഴുതാൻ പറ്റില്ല. ഒരൊറ്റ പോസിബിലിറ്റി ഉള്ളൂ, 4. നമ്മൾ ചെറുതായിട്ട് പോസിബിലിറ്റികളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സംഖ്യകൾ കണ്ടെത്താൻ പറ്റും. ഇനി
ഈ ഒരു റോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 ഇല്ല. ഇവിടെ നമുക്ക് 1 എഴുതാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇവിടെ എഴുതാനുണ്ട്. പക്ഷെ ഇവിടെ 1 ഉള്ളത് കൊണ്ട് ഈ കോളത്തിൽ നമുക്ക് 1 എഴുതാൻ പറ്റില്ല. പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ. ഒരു നമ്പർ മാത്രമേ ഈ റോയിൽ മിസ്സിംഗ് ആയിട്ടുള്ളത്. 1 ഉണ്ട്, 2, 3, 4, 5 ഈസ് മിസ്സിംഗ് ആണ്. ആ 5 നമുക്ക് അവിടെ എഴുതാം. ഇനി ഇതുപോലെ തന്നെ ഇവിടെ ബോക്സിൽ 5 ഉണ്ട്, ഈ ബോക്സിലും 5 ഉണ്ട്. അതുകൊണ്ട് ഇവിടെ 5 ഉള്ളതുകൊണ്ട് ഈ ബോക്സിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ഇവിടെ 5 ഉള്ളതുകൊണ്ട് ഈ 2 ബോക്സിലും എഴുതാൻ പറ്റില്ല. പിന്നെ എഴുതാൻ പറ്റുന്നത് ഇവിടെയാണ് 5. അപ്പോൾ ആ കോളം നമുക്ക് ഫില്ലായി കിട്ടിയിട്ടുണ്ട്. ഇനി പിന്നീട് നമ്മൾക്ക് നോക്കേണ്ടത് അടുത്ത ഏതെങ്കിലും 4ഓ 3ഓ. 1 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഇല്ല, 3 ഉണ്ട്, 4 നമുക്ക് എഴുതാൻ പറ്റത്തില്ല. പോസിബിലിറ്റീസ് കൂടുതലാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ രണ്ടിടത്ത് നമുക്ക് എഴുതാൻ സാധിക്കുന്നതുകൊണ്ട് ആ 4 നമുക്ക് പോസിബിലിറ്റീസ് ആയിട്ട് ജസ്റ്റ് മെൻഷൻ ചെയ്ത് വെക്കാം. ഇനി 5, 6, 7, 8 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 3 പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് അത് നമുക്ക് വിട്ടേക്കാം. ഇനി അടുത്തത് ഈ റോയിൽ 1 ഉണ്ട്, 2 ഇല്ല. 2 ഇവിടെ 3 പോസിബിലിറ്റി ഉണ്ട്. 3, 4, 5, 6 ഈ റോയിലില്ല. നമുക്ക് 6 ഇവിടെ എഴുതാൻ പറ്റും. ഈ ബോക്സിൽ നമുക്ക് 6 എഴുതാൻ പറ്റത്തില്ല. കാരണം എന്ന് പറയുന്നത് ഈ ബോക്സിന്റെ ഉള്ളിൽ ഓൾറെഡി 6 ഉണ്ട്. അതായത് ഇവിടെ 6 ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ബോക്സിലും എഴുതാൻ പറ്റത്തില്ല, ഇവിടെ 6 ഉള്ളത് കൊണ്ട് ഇവിടെയും എഴുതാൻ പറ്റില്ല. പിന്നെ 6 എഴുതാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് അവിടെയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സിൽ ഈ 3 വേക്കൻ്റ് ഉണ്ട്. 1, 2 ഈസ് നോട്ട് ദെയർ, 3, 4, 5, 6, 7, 8. നമുക്ക് ഈ ബോക്സിൽ 8 എഴുതാനുള്ള 3 പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എഴുതണ്ട. 9 എന്ന് പറയുന്നത് ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ എഴുതാൻ പറ്റത്തില്ല. 9 അങ്ങനെ ഈ 2 പോസിബിലിറ്റിയാണ് 9 ഉള്ളത്. ആ 9 ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് വെക്കുക. പിന്നെ ഈ ബോക്സിൽ 1 ഇല്ല. 1 നമുക്ക് ഈ ബോക്സിൽ എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ എഴുതാൻ പറ്റില്ല. പിന്നെ ഇവിടെ നമുക്ക് 1 എഴുതാം, ഇവിടെ എഴുതാം. 2ന്റെ പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് 2 നമുക്ക് ഈ ബോക്സിൽ ഇല്ല, പക്ഷെ 2 ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ എഴുതത്തില്ല. ഈ 2 പോസിബിലിറ്റിയാണ് 2നുള്ളത്. 3, 4, 5, 6, 7, 8ന്റെ പോസിബിലിറ്റി ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് നമുക്ക് ആ റോ അങ്ങ് വിട്ടേക്കാം. ഇനി അടുത്തത് ഫസ്റ്റ് റോയിൽ 1 ഇവിടെ 1 ഉള്ളത് കൊണ്ട് നമുക്ക് ഈ 3 റോയിലും 1 എഴുതാൻ പറ്റില്ല. 3 പോസിബിൾ ആകെ ഈ ഫസ്റ്റ് റോയിൽ നമുക്ക് 1 വേണം, പക്ഷെ ഇവിടെ 1 ഉള്ളത് കൊണ്ട് ഈ ബോക്സിന്റെ ഉള്ളിൽ പിന്നെ ഒരു 1 നമുക്ക് എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് പിന്നെ ഇവിടെയാണ്. 1 എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോക്സിൽ 1 ഉണ്ട്, ഈ ബോക്സിലും 1 ഉണ്ട്, ഈ ബോക്സിൽ 1 ഇല്ല. നമുക്ക് ഈ ബോക്സിൽ ഇവിടെ 1 ഉള്ളത് കൊണ്ട് ഇത് ക്യാൻസൽ ചെയ്യാം, ഇവിടെ 1 ഉള്ളത് കൊണ്ട് ഈ 2 ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ 1 ഉള്ളത് കൊണ്ട് ഈ ബോക്സും ക്യാൻസൽ ചെയ്യും, ഇവിടെ 1 ഉള്ളത് കൊണ്ട് ഈ ബോക്സും ക്യാൻസൽ ചെയ്യും. പിന്നെ ഒരൊറ്റ വേക്കൻ്റ് ആണ് അവിടെ 1 എഴുതാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പറ്റുന്ന പോലെയൊക്കെ ഫില്ല് ചെയ്തു. ഇനി ആ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസുകൾ ഡ്രോയിൽ നോക്കാം. ഇനി ഇവിടെ ഈ ഡ്രോയിൽ 2 വേണം. 2ന്റെ പോസിബിലിറ്റീസുകൾ നമ്മൾ പറഞ്ഞു. 3, 4, 5, 6, 7, 8 എന്ന് പറയുന്നത് സംഖ്യ ഇവിടെ ഇല്ല. എല്ലായിടത്തും നമുക്ക് എഴുതാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ റോ ഒന്ന് വിട്ടേക്കാണ്. അടുത്തത് ഇവിടെ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3 3 നമ്പറാണ് മിസ്സിംഗ് ഉള്ളത്. 1, 2 നമുക്ക് ഈ റോയിൽ ഈ കോളത്തിൽ എഴുതണം, പക്ഷെ ഇവിടെ 2 ഉള്ളതുകൊണ്ട് ഇവിടെ എഴുതാൻ പറ്റത്തില്ല. ഇവിടെ 2 ഉള്ളതുകൊണ്ട് ഇവിടെയും എഴുതാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഇവിടെയാണ് എഴുതാൻ പറ്റുന്നത്. ആ 2 അങ്ങ് ഫില്ലായിട്ടുണ്ട്. ഇനി 2 നമ്പറും കൂടെ ഈ കോളത്തിൽ ഫില്ലാവാനുണ്ട്. 3, 1, 2, 3, 4, 5. 4 നമുക്ക് ഈ 2 കോളത്തിൽ എഴുതാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വിട്ടേക്കാം. 5, 6, 7, 8, 9 നമുക്ക് ഇവിടെ എഴുതാം, ഇവിടെ എഴുതാം. അപ്പോൾ ആ പോസിബിലിറ്റി അങ്ങ് വിട്ടേക്കാം. 9, 4ഉം ഇവിടെ എഴുതാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇവിടെ 9, 4 വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ആ കോളം അങ്ങ് വിട്ടേക്കാണ്. പിന്നെ നമ്മൾ അടുത്തത് ഈ കോളത്തിൽ ആകെ 2 നമ്പറേ മിസ്സിംഗ് ഉള്ളൂ നമ്മൾ എഴുതാത്തത്. 1, 2, 3, 4, 5 ഈസ് നോട്ട് ദെയർ. 5 നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെ 5 ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ 5 എഴുതാൻ പറ്റില്ല. പിന്നെ ഉള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ എഴുതാനാണ്. അങ്ങനെ എഴുതി. ഓൺലി 1 നമ്പറാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്, 6 നമുക്ക് ഇവിടെ എഴുതാം. അങ്ങനെ ആ റോയിലും കോളത്തിലും നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി ഈ കോളം എടുക്കാം. ഈ കോളത്തിൽ 1 ഉണ്ട്, 2 നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. 2 നമുക്ക് ഇവിടെ എഴുതാം, ഇവിടെ എഴുതാം. ഇവിടെ നമുക്ക് 2 എഴുതാൻ സാധിക്കത്തില്ല, കാരണം ഓൾറെഡി നമ്മളിവിടെ 2 എഴുതിയതുകൊണ്ട് ഇവിടെ എഴുതാൻ പറ്റില്ല. പിന്നെ ഇവിടെയും പോസിബിലിറ്റീസ് ഉണ്ട്. 3 എന്ന് പറയുന്നത് ഇവിടെ എഴുതാൻ സാധിക്കും, ഇവിടെ എഴുതാൻ സാധിക്കത്തില്ല.
ഇവിടെ ഈ രണ്ട് ബോക്സിലും നമുക്ക് 3 എഴുതാൻ പറ്റില്ല. ഈ രണ്ട് ബോക്സിലും 3 എഴുതാൻ പറ്റില്ല. കാരണം ഇവിടെ ഓൾറെഡി ഈ ബോക്സിന്റെ ഉള്ളിൽ 3 വന്നിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 എഴുതാൻ, ഇവിടെ 3 എഴുതാൻ സാധിക്കും. ഇവിടെ നമുക്ക് 3 എഴുതാൻ സാധിക്കത്തില്ല. കാരണം ഇവിടെ ഓൾറെഡി ഈ റോയിൽ 3 വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ 3 എഴുതാം. 3യുടെ കഴിഞ്ഞു. 4 നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് പോസിബിലിറ്റീസ് എല്ലായിടത്തും ഉണ്ട്. ഇവിടെ 4 എഴുതത്തില്ല. ഇവിടെ എഴുതാം 4, ഇവിടെയും എഴുതാം 4. ഇനി 5 ഓൾറെഡി ഉണ്ട്. 6, 7, 8 നമുക്ക് ഒരിക്കലും ഇവിടെ എഴുതാൻ സാധിക്കത്തില്ല. കാരണം ഈ ബോക്സിന്റെ ഉള്ളിൽ ഓൾറെഡി 8 വന്നതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് 8 ഇവിടെ എഴുതാം. പിന്നെ ഈ ഒരു കോളം, ഈ ബോക്സിന്റെ ഉള്ളിൽ ഒരു നമ്പറാണ് മിസ്സിംഗ് ഉള്ളത്. 1, 2 ഈസ് മിസ്സിംഗ്. ഇതിൽ 2 ഉണ്ട്, ഈ ബോക്സിലും 2 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ബോക്സിൽ ഇവിടെ 2 ഉള്ളതുകൊണ്ട് ഈ രണ്ടിടത്തും എഴുതാൻ പറ്റില്ല. പിന്നെ ഈ രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത് 2 എഴുതാനുള്ളത്. 2 എഴുതാനുള്ള പോസിബിലിറ്റി ഇവിടെ രണ്ടിടത്തുമാണ്. 1, 2, 3, 4. 4ന് എഴുതാനുള്ള പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ബോക്സുകളിലായിട്ട് 2ഉം 4ഉം വരും. 1, 2, 3, 4 ഈ രണ്ട് ബോക്സുകളിലായിട്ട് വരും. 5, 6 നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ എഴുതാൻ പറ്റില്ല. പിന്നെ ഉള്ള ഒരു പോസിബിലിറ്റി ഇവിടെയാണ്. ഇനി 7 എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി 2 അല്ലെങ്കിൽ 4 വന്നു കഴിയും. പിന്നെ 7 ഇവിടെ നമുക്ക് എഴുതാം. പിന്നെ ഈ ബോക്സിലും 1 മിസ്സിംഗ് ആയിട്ടുള്ള നമ്പറുകൾ നമുക്ക് എഴുതാം. ഈ ഒരു റോ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ റോയിൽ 1, 2, 3 ആർ മിസ്സിംഗ്. 1, 2, 3, 4 നമുക്ക് ഇവിടെ ഈ രണ്ട് ബോക്സിലും എഴുതാൻ സാധിക്കും, ഇവിടെ എഴുതാൻ സാധിക്കും. പക്ഷെ ഇവിടെ 4 ഉള്ളതുകൊണ്ട് ഈ ബോക്സിൽ എഴുതാൻ പറ്റില്ല. ഇവിടെയും എഴുതാൻ സാധിക്കുന്നത് കൊണ്ട് നമുക്ക് ആ രണ്ട് പോസിബിലിറ്റി അതുള്ളതുകൊണ്ട് വിട്ടേക്കാം. ഇനി 5 ഉണ്ട്, 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സിൽ 6 ഉള്ളത് കൊണ്ട് നമുക്ക് ഈ രണ്ടിടത്തും 6 എഴുതാൻ പറ്റത്തില്ല. പിന്നെ ഉള്ള ഒരേ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്. അതായത് ഈ ബോക്സിൽ 6 ഉള്ളത് കൊണ്ട് ഈ ഇതിൽ എഴുതാൻ പറ്റത്തില്ല. ഇവിടെ 6 ഉള്ളത് കൊണ്ട് ഇവിടെയും എഴുതാൻ പറ്റില്ല. ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ. പിന്നെ ഒറ്റ പോസിബിലിറ്റി ഉള്ളത് മാത്രമാണ് എഴുതേണ്ടത്. ഇനി 1, 2, 3, 4 ഈസ് മിസ്സിംഗ്. 4 നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ എഴുതാൻ പറ്റില്ല. പിന്നെ ഒറ്റ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ എഴുതാനാണ്. ഇനി ഒരു നമ്പർ മിസ്സിംഗ് ഉള്ള ആ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിച്ച് അവിടെ എഴുതുക. 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറയുന്നത് മിസ്സിംഗ് ആണ്. അതവിടെ എഴുതി. പിന്നെ ഉള്ളി നമ്പർ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളൂ. അതെന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ ഉള്ളി 1 നമ്പറേ മിസ്സിംഗ് ഉള്ളൂ. അതെന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് 2 അവിടെ എഴുതാം. ഇനി ഈ ബോക്സ് ഫില്ലായിട്ടുണ്ട് ഏകദേശം. അപ്പൊ ഇവിടെ 2 വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 വരാൻ പറ്റില്ല. ഇവിടെ പിന്നെ 2 വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഇവിടെ 2 വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 4 വരാനുള്ളൂ. അത്രയും ഈ രണ്ട് ബോക്സ് നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാം. ഇനി 3 ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ രണ്ട് ബോക്സിലും എഴുതാൻ പറ്റില്ല. പിന്നെ 3 എന്ന് പറയുന്നത് ഈ രണ്ട് ബോക്സുകളിൽ എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ 3 ഉള്ളത് കൊണ്ട് ഇവിടെ എഴുതാൻ പറ്റില്ല. പിന്നെ എഴുതാൻ പറ്റുന്നത് ഇവിടെയാണ്. 4 ഈ ബോക്സിന്റെ ഉള്ളിൽ 4 ഇല്ല. 4 ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ 4 എഴുതാൻ പറ്റില്ല. പിന്നെ ഈ രണ്ട് ബോക്സുകളിൽ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ 4. ഇവിടെ 4 ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ 4 എഴുതാൻ പറ്റില്ല. പിന്നെ ഒരൊറ്റ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ എഴുതാനാണ്. ഇവിടെ 4 എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 9 എഴുതാം. ഈ ഒരു കോളത്തിനുള്ളിൽ രണ്ട് നമ്പർ ആയിരുന്നു മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് 9 ഇവിടെ എഴുതാം. ഇനി 1, 2, 3 ഈസ് മിസ്സിംഗ് ആയിരുന്നു. അത് നമ്മൾ എഴുതി. 5 ഈസ് മിസ്സിംഗ് ഹിയർ. 5 നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ഈ ബോക്സിൽ എഴുതാൻ പറ്റില്ല. പിന്നെ ഈ രണ്ട് ബോക്സിൽ നമുക്ക് 5 എഴുതാൻ പറ്റും. അതുകൊണ്ട് രണ്ട് പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് വിട്ടേക്കുക. 6, 7, 8 നമുക്ക് ഇവിടെ എഴുതാനുള്ള പോസിബിലിറ്റി ഇല്ല. 8 നമുക്ക് ഇവിടെ എഴുതാനുള്ള പോസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇവിടെ 8 ഉള്ളത് കൊണ്ട് ഈ ബോക്സിൽ എഴുതത്തില്ല. പിന്നെ ഒരു ഒറ്റ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ എഴുതാനാണ്. ഇനി 9 ഈ ബോക്സിലില്ല. 9 നമുക്ക് ആവശ്യമുണ്ട്. 9 ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ 9 എഴുതാൻ പറ്റില്ല. പിന്നെ ഉള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഒരു നമ്പർ ഇവിടെ മിസ്സിംഗ് ആണ്. 1, 2, 3, 4, 5. ഇപ്പൊ ഏകദേശം നമ്മൾ 3 ബോക്സ് ഇവിടുത്തെ താഴെ ഫില്ലാക്കിയിട്ടുണ്ട്. മേളിലും ഏകദേശം ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഇവിടെ 2 ബോക്സ് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളൂ. 1 ഈ കോളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ബോക്സ് ഫില്ല് ചെയ്യാനുള്ളൂ. 1, 2, 3, 4, 5, 6 ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ എഴുതത്തില്ല. ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. 7 ഓൺലി നമ്പർ ഈസ് ലെഫ്റ്റ്. നമുക്ക് 7 അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ 3 ബോക്സ് ഉണ്ട്. ആ 3 ബോക്സിൽ 1 നമുക്ക് ഇവിടെ എല്ലായിടത്തും എഴുതാം. ഈ ഒരു കോളം വഹിച്ച് ഇത് ഇവിടെ വളർന്നുള്ളത് കൊണ്ട് ഇവിടെ എഴുതാൻ പറ്റില്ല. ഈ 2 ബോക്സ് ഉണ്ട്. 2 പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് ഉപേക്ഷിച്ചേക്കുക. 2, 3, 4,
4 നമുക്ക് ആ പോസിബിലിറ്റീസുകൾ കൂടുതലായതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. 5 എന്ന് പറയുന്നത് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. പിന്നെ 2 പോസിബിലിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് അത് ഉപേക്ഷിച്ചേക്കുക. ഇനി പോസിബിലിറ്റീസ് കുറഞ്ഞതായിട്ടുള്ളത് എടുക്കുക. ഇവിടെ 9 ഉള്ളത് കൊണ്ട് നമുക്ക് ഈ 3 ബോക്സിൽ 9 എഴുതാൻ പറ്റില്ല. ഇവിടെ 9 ഉള്ളത് കൊണ്ട് ഈ ബോക്സുകളിലും എഴുതാൻ പറ്റില്ല. പിന്നെ 2 പോസിബിലിറ്റീസ് പറയുന്നത് ഈ രണ്ടുമാണ്. ഇവിടെ 9 ഉള്ളത് കൊണ്ട് ഈ 3 ബോക്സിൽ എഴുതാൻ പറ്റില്ല. ഇവിടെ 9 ഉള്ളത് കൊണ്ട് ഈ 3 ബോക്സിലും എഴുതാൻ പറ്റില്ല. പിന്നെ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ 9 ഉള്ളത് കൊണ്ട് ഇവിടെ എഴുതാൻ പറ്റില്ല. പിന്നെ 9 എഴുതാൻ പറ്റുന്നത് ഇവിടെയാണ്. ഇവിടെ 9 എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 2 പോസിബിലിറ്റീസ് നമ്മൾ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് 9 എഴുതാൻ പറ്റില്ല. ഇവിടെ 9 എഴുതാൻ സാധിക്കും. അങ്ങനെ അവിടെ കോളത്തിൽ ഫില്ലായിട്ടുണ്ട്. ഇനി 2 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 1 ഈ ഒരു കോളം എടുത്തു കഴിഞ്ഞാൽ 1 2 നമുക്ക് ഇവിടെ എഴുതാം, ഇവിടെയും എഴുതാം. പക്ഷെ ഇവിടെ 2 ഉള്ളതുകൊണ്ട് ഇവിടെ 2 എഴുതാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ 2 എഴുതാം. ഓൺലി 1 നമ്പർ ഈ കോളത്തിൽ മിസ്സായിട്ടുള്ളൂ. 3 4 5 6 ഈസ് മിസ്സിങ്. നമുക്ക് 6 അവിടെ എഴുതാം. ഇനി ഓൺലി 1 നമ്പർ ഈ ബോക്സിൽ മിസ്സായിട്ടുള്ളൂ. 1 2 3 4 5 6 7 8. ഈ ബോക്സിലും 8, ഈ ബോക്സിൽ നമുക്ക് 8 ഇല്ല. ഇവിടെ 8 ഉള്ളത് കൊണ്ട് ഈ 3 ബോക്സിലും എഴുതാൻ പറ്റില്ല. ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ എഴുതാൻ പറ്റില്ല. ഈ 2 പോസിബിലിറ്റീസ് ആണ് നമുക്ക് 8ന് വേണ്ടിയിട്ടുള്ളത്. 2 പോസിബിലിറ്റീസ് ഉള്ളത് കൊണ്ട് നമ്മളതങ്ങ് വിട്ടു. ഇനി 1 നമുക്ക് ഇവിടെയും ഈ കോളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോളത്തിൽ 1 ഇല്ല, 1 എഴുതണം. പക്ഷെ ഇവിടെ 1 ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ 1 എഴുതാൻ പറ്റില്ല. ഇവിടെ 1 എഴുതാം. സോ 2 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. 3 4 5 6 എന്ന് പറയുന്നുണ്ട്. 7 8 എന്ന് പറയുന്നത് നമുക്ക് ഈ കോളത്തിൽ എഴുതാം. കാരണം ഇവിടെ ഓൾറെഡി ഈ കോളത്തിൽ ഒരു വേക്കൻറ്റ് നമുക്കുള്ളൂ. അതിൽ ഫില്ല് ചെയ്യുകയും ചെയ്യണം. ഇനി അടുത്ത നമ്പർ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു റോ എടുത്ത് നോക്കാം. ഈ ഒരു റോയിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഇല്ല. 4 നമുക്ക് പോസിബിലിറ്റീസ് കൂടുതലായതുകൊണ്ട് പോസിബിലിറ്റീസ് ഇവിടെ ഒരിടത്തും ഈ ബോക്സുകളിൽ ഒരിടത്തും 4 ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. 5 നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കുന്നില്ല, കാരണം 5 ഇവിടെ ഉണ്ട്. ഇവിടെ 5 എഴുതാൻ നമുക്ക് സാധിക്കും, ഇവിടെ 5 എഴുതാൻ സാധിക്കും. അത് 2 പോസിബിലിറ്റീസ് ഉണ്ട്, അത് വിട്ടേക്കാം. 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. 8 ഇവിടെ എഴുതാം, 8 ഇവിടെ എഴുതത്തില്ല, കാരണം ഇവിടെ 8 ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ എഴുതത്തില്ല. പിന്നെയുള്ള പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 8 എഴുതാനാണ്. ഇവിടെ 8 എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ 2 വേക്കൻസി ആണുള്ളത്. 1 2 3 4 നമുക്ക് എവിടെ എഴുതാം, ഇവിടെ എഴുതാം. 5 എന്ന് പറയുന്നത് ഇവിടെ എഴുതാം, ഇവിടെ എഴുതത്തില്ല 5. സോ 5 നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ 5 എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 4. സോ നമ്മൾ മാക്സിമം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ നടുക്കത്തെ ബോക്സുകൾ മാത്രമാണ് ഫില്ല് ചെയ്യാത്തുള്ളത്. ഇവിടെ 1 വരണം. ഇവിടെ 1 ഉള്ളത് കൊണ്ട് ഇവിടെ 1 വരാൻ പാടില്ല. സോ നമുക്ക് ഇവിടെ 1 എഴുതാം. ഒരു 1 നമ്പർ മിസ്സിംഗ് ആണ്. 1 2 3 4 ആയിരിക്കും അടുത്ത നമ്പർ. ഇനി ഇവിടെ 4 ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ ഈ ബോക്സിൽ 4 വരേണ്ടതാണ്. ഇവിടെ 4 ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ബോക്സിൽ 4 എഴുതത്തില്ല. ഇവിടെ നമുക്ക് 4 എഴുതാം. ഓൺലി 1 നമ്പർ മിസ്സിംഗ് എന്ന് പറയുന്നത് 1 2 3 4 5 എന്ന് പറയുന്നതാണ് മിസ്സിങ്. ഇനി ഈ 2 നമ്പറുകളിൽ 1 2 ഈസ് നോട്ട് ഹിയർ. നമുക്ക് 2 ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ എഴുതത്തില്ല, ഇവിടെ എഴുതാം. ഇനി അതുപോലെ തന്നെ ഒരു നമ്പറാണ് മിസ്സിങ്, 1 2 3 4 5 6 എന്ന് പറയുന്ന നമ്പറാണ്. 6 ഇവിടെ ഉണ്ട്. 7 എന്ന് പറയുന്ന നമ്പറാണ് മിസ്സിങ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ റോയിലും 1 to 9 നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റേഷൻ ഒന്നുമില്ല. നമുക്ക് ബോക്സുകളിൽ നോക്കാം, ഇവിടെ ഒരു നമ്പറും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല. ഈ കോളംസിലും റോസിലും നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് സുഡോക്കോയുടെ ഒരു ഈസി പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബോക്സുകൾ സെലക്ട്